My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 231 എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. കാലി കാർബോണിക്കം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ട കാലി ആഴ്സനോസിക്കത്തെ പോലെ ലക്ഷണങ്ങളുടെ സമൃദ്ധി, ലക്ഷണങ്ങളുടെ പരസ്പര വിരുദ്ധത ഒക്കെയുള്ള ഒരു ഔഷധമാണിത്. ഇവിടെ ആ കാര്യം കെൻറ്റ് തുറന്ന് പറയുക തന്നെ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കൂടുതൽ ലക്ഷണങ്ങളുടെ സങ്കീർണതയും സമൃദ്ധിയും ഇതിലുണ്ട് എന്നുള്ളത്. അതുപോലെ വല്ലാത്ത ഇറിറ്റബിളായിട്ടുള്ള, വല്ലാതെ ഫിയർഫുള്ളായിട്ടുള്ളൊരു സവിശേഷമായൊരു മാനസികാവസ്ഥ, തണുപ്പിനോടും തണുത്ത കാറ്റിനോടുമൊക്കെയുള്ള അസാമാന്യമായ സംവേദനക്ഷമത, അങ്ങനെ നിരവധി സവിശേഷതകൾ ഈ ഔഷധത്തിനുണ്ട്. ചില കാര്യങ്ങളിൽ ആഴ്സനികവുമായുള്ള സാദൃശ്യവും കാണാം. ഔഷധങ്ങളുടെ കൂട്ടത്തിൽ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഔഷധങ്ങളുടെ കൂട്ടത്തിലാണ് കാലി കാർബോണിക്കത്തെ പലരും പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സവിശേഷമായൊരു പഠനം, സവിശേഷമായൊരു നിരീക്ഷണം ഈ ഔഷധത്തിൽ ആവശ്യമാണ്. ആ ഒരു ചിന്തയോടുകൂടി നമുക്കിതിനെ സമീപിക്കാം. ദ കാലികാർ പേഷ്യൻ്റ് ഈസ് ഹാർഡ് പേഷ്യൻ്റ് ടു സ്റ്റഡി ആൻഡ് ദ റെമഡി ഇറ്റ് സെൽഫ് ഈസ് എ ഹാർഡ് വൺ ടു സ്റ്റഡി. കാലികാർബ് പേഷ്യൻറ്റും ഔഷധവും ഒരുപോലെ വല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ, വിശകലനം ചെയ്യാൻ പ്രയാസമുള്ള, കടുപ്പമുള്ള രണ്ട് കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് ഓഫൺ ആസ് ഇറ്റ് ഷുഡ് ബി ആൻഡ് ദ റീസൺ ഈസ് ദാറ്റ് ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് ആൻഡ് കൺഫ്യൂസിങ് റെമഡി. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം, ഇത് വാസ്തവത്തിൽ എത്രത്തോളം ഉപയോഗിക്കണമോ അത്രത്തോളം ഇതിനെ ഉപയോഗിച്ചിട്ടില്ല. ഡോക്ടേഴ്സ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യങ്ങളിൽ പോലും ഇതിനെ ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇത് പലപ്പോഴും കൺഫ്യൂസിങ് ആണ്, കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിലൊരു പേഷ്യൻറ്റിൻ്റെ അവസ്ഥയെ ഈ മെഡിസിനുമായിട്ട് കമ്പയർ ചെയ്ത് കൊടുക്കാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ തുടർന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് മെനി ഓപ്പോസിറ്റ് സിംറ്റംസ്. ഉണ്ടോ? പരസ്പര വിരുദ്ധമായ, വ്യത്യസ്തമായ, ഓപ്പോസിറ്റ് എക്സ്ട്രീംസിലേക്ക് പോകുന്ന ലക്ഷണങ്ങൾ ഇതിലുണ്ട്. നമ്മൾ നേരത്തെ കാലി ആഴ്സനിക്കും അത് കണ്ടായിരുന്നു. ഡയറിയയും ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷനും. ചേഞ്ചിങ് സിംറ്റംസ്, ലക്ഷണങ്ങൾക്ക് മാറ്റം വരുന്നു. ആൻഡ് ദസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പേഷ്യൻസ് ദാറ്റ് വിത്തോൾഡ് ദെയർ സിംറ്റംസ് ആൻഡ് ഹാവ് മെനി വേഗ് സിംറ്റംസ്. ഈ ഒരു കോംപ്ലക്സിറ്റി ഉള്ളതുകൊണ്ട്, ഒപ്പോസിങ് സിംറ്റംസ് ഉള്ളതുകൊണ്ട്, ചേഞ്ചിങ് സിംറ്റംസ് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ഒരു ഹോമിയോപാത്ത് എത്തേണ്ടുന്ന നിഗമനമാണ് കെൻറ്റ് പറയുന്നത്. ഇത് ലക്ഷണങ്ങളെ പിടിച്ചു വെക്കുന്ന രോഗികൾ, ലക്ഷണങ്ങൾ അതിൻ്റെ തനതായ രീതിയിൽ ഡോക്ടർക്ക് മുമ്പിലോ ബൈസ്റ്റാൻഡേഴ്സിന് മുമ്പിലോ പ്രകടിപ്പിക്കാതെ പിടിച്ചു വെക്കുന്ന അവസ്ഥയിലുള്ള രോഗികൾ. പിന്നെ മറ്റൊന്ന്, വ്യക്തമല്ലാത്ത ലക്ഷണങ്ങളുള്ള രോഗികൾ. ഈ രണ്ട് വാക്കുകളും സവിശേഷമായി ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു. ലക്ഷണങ്ങളെ പിടിച്ചു വെക്കുന്നത് എങ്ങനെയാണ്? മനഃപൂർവ്വം ലക്ഷണങ്ങളെ പിടിച്ചു വെക്കാൻ ഒരാൾക്ക് പറ്റുമോ? മാനസികമായ അവസ്ഥകളെ, മനോവികാരങ്ങളെ മറച്ചു വെക്കാനും പിടിച്ചു വെക്കാനും പറ്റും. പക്ഷെ ശാരീരിക ലക്ഷണങ്ങളുടെ കാര്യത്തിൽ അത് പറ്റില്ലല്ലോ. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അയാളിലുള്ള വൈറ്റൽ ഡിറേഞ്ച്മെൻറ്റിൻ്റെ ഒരു സവിശേഷമായൊരു അവസ്ഥയാണ്. സാധാരണഗതിയിലൊരു ഡിറേഞ്ച്ഡ് വൈറ്റൽ പ്രിൻസിപ്പിൾ, അയാളുടെ ഡിറേഞ്ച്ഡ് വൈറ്റാലിറ്റി, അതിനെ അതിൻ്റേതായ തനതായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് ശാരീരിക, മാനസിക, ബൗദ്ധിക ലക്ഷണങ്ങളെ നമ്മൾ കണ്ടും നിരീക്ഷിച്ചും മനസ്സിലാക്കി ഒരു ഔഷധം കൊടുക്കുന്നത്. അങ്ങനെ എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം ചെയ്യാതെ വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? ചെയ്യാതെ വരുന്നത് അയാളുടെ ഈ ഡിറേഞ്ച്മെൻറ്റിൻ്റെ ഒരു സങ്കീർണാവസ്ഥ. പലതരം മയാസങ്ങൾ ഒരേ സമയം വരുന്നൊരവസ്ഥ. അത് പല ഔഷധങ്ങളിലുണ്ട്. 3 മയാസംസ് ഒരേപോലെ വരുന്നത്. ഇനി അതോടൊപ്പം വല്ലാതെ സപ്രഷൻസ്, ചെറുപ്പം മുതലേ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ സപ്രസ് ചെയ്യപ്പെട്ടു പോയ അവസ്ഥ. അത് ഇന്നത്തെ കാലത്ത് വളരെ സാധാരണമാണ്. ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ
അല്ലെ പാരമ്പര്യമായിട്ട് തന്നെ ഒരുപാട് സപ്രഷൻസിൻ്റെ ഒരു ഹിസ്റ്ററി ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ശരിയായ രീതിയിൽ ലക്ഷണം പ്രകടിപ്പിച്ചെന്ന് വരില്ല. ഇനി പ്രകടിപ്പിക്കുന്നത് തന്നെ വെയ്കാവാം, വ്യക്തതയില്ലാത്തതാകാം. ഈ വ്യക്തതയില്ലാത്തതെന്നുകൊണ്ട് എന്തായിരിക്കും മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഞാനൊക്കെ ഇത് ആദ്യമായിട്ട് വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ആരോടും ഒന്നും ചോദിക്കാനൊന്നുമില്ല. ഈ വാക്കുകളെ തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കാനാണ് പറ്റുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ അത് പഠിച്ചു കാണും ക്ലാസ്സിൽ. ഈ വെയ്ഗ് സിംപ്റ്റംസ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് ഒരു ലക്ഷണം ഒരു രോഗി പറയുമ്പോൾ അതിനെ റൂബ്രിക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. സാധാരണ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് അല്ലെങ്കിൽ പരിഗണിക്കാൻ പറ്റാത്തതായ അല്ലെങ്കിൽ ഔഷധം കൊണ്ട് കവർ ചെയ്യാൻ പറ്റാത്തതായ ലക്ഷണങ്ങളെപ്പോലും ഹോമിയോപ്പതിയിൽ സാധിക്കും. അത് ഹോമിയോപ്പതിയുടെ ഒരു നൈസർഗികതയ്ക്ക്, അതിൻ്റെ ഒരു നാച്ചുറാലിറ്റിയുടെ ഒരു ഉദാഹരണം കൂടിയാണ്. ഇത്രയും വിശാലമായിട്ട് പോലും നമ്മുടെ ഹോമിയോപ്പതിയുടെ ആ ഒരു സിംപ്റ്റമാറ്റോളജിയിലേക്ക് നമുക്ക് വിവർത്തനം ചെയ്യാൻ പറ്റാത്തത്, റൂബ്രിക്കിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റാത്ത ലക്ഷണങ്ങൾ, വ്യക്തതയില്ലാത്ത ലക്ഷണങ്ങൾ, വെയ്ഗ് സിംപ്റ്റംസ്, അങ്ങനെയുള്ള സിംപ്റ്റംസും കാലിക്കാർബിലുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ എവിടെയൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നോ അവിടെ പോലും ഉപയോഗിക്കാത്ത ഔഷധമാണ്. ഇതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇതാണ്. ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ നമുക്ക് പല മാർഗങ്ങളുണ്ട്, പല ഔഷധങ്ങളുണ്ട്. സൾഫർ ഓയിൽപ്പെട്ട ഒന്നാണ്. ഒരു ജനറൽ റൂൾ എന്ന രീതിയിൽ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഓർഗനിലാണെന്ന് തന്നെ തോന്നുന്നു. സ്റ്റാർട്ട് എ ക്രോണിക് കേസ് വിത്ത് സൾഫർ ടു എൻഡ് ആൻ അക്യൂട്ട് കേസ് വിത്ത് സൾഫർ. അപ്പോൾ കോംപ്ലക്സിറ്റി മാറിക്കിട്ടും. അതേപോലെ ഒരുപാട് ഔഷധങ്ങൾ ഉപയോഗം ഉണ്ടെങ്കിൽ നക്സോമിക്കയോ സെപ്പിയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആൻറ്റിഡോട്ട് ചെയ്യൽ, നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഔഷധങ്ങൾ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ ഈ കാലിക്കാർബ് പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം ഒരു സൾഫറുമായിട്ടൊന്നും യോജിക്കില്ല. സൾഫർ തുടക്കത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വളരെ ഇനാക്റ്റീവായി പോകും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു വെയ്ഗായ സിംപ്റ്റംസ് ഉള്ള സമയത്ത് കാലിക്കാർബിൻ്റെ ഒരു ജനറൽ കണ്ടീഷൻ, ഇത് നമ്മൾ തുടർന്ന് കാണുന്ന ഒരു ജനറൽ കണ്ടീഷൻ ഒത്തുവരുന്നൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോഴേക്കും ആ ഒരു കോംപ്ലക്സിറ്റി, ആ ഒരു അവ്യക്തത അത് മാറി സിംപ്റ്റംസ് ക്ലിയർ ആയിട്ട് വരും. ദ പേഷ്യൻ്റ് ഈസ് വിംസിക്കൽ, ഇറാസിബിൾ, ഇറിറ്റബിൾ ടു എ വെരി ഹയസ്റ്റ് ഡിഗ്രി. ഇതിൽ ഇറിറ്റബിൾ ടു ദ വെരി ഹയസ്റ്റ് ഡിഗ്രി എന്നുള്ളത് ഇറ്റാലിക്സിലാണ് കൊടുക്കുന്നത്. വെറുതെ ഡിഗ്രി അല്ല, ഹൈ ഡിഗ്രി അല്ല, ഹയസ്റ്റ് ഡിഗ്രി, വെരി ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് അതിന് ഇറ്റാലിക്സിന് കൊടുത്തിരിക്കുക. അപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ ഇറിറ്റബിലിറ്റി, അയാൾ എത്രത്തോളം ഇറിറ്റബിളാണ് എന്നുള്ളത് നമ്മൾ സങ്കല്പിച്ച് നോക്കണം. ഇനി അതിനു മുമ്പ് പറയുന്നത് എന്താണ്? വിംസിക്കൽ, ഇറാസിബിൾ, എല്ലാം ഏതാണ്ട് സമാനമൊക്കെയാണെങ്കിലും വിംസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മായാലോകത്ത് ജീവിക്കുന്ന ഒരാൾ. ഒരു ന്യൂജൻ ടെർമിനോളജി വെച്ച് പറയുകയാണെങ്കിൽ എയറിലായിരിക്കുന്ന ആളെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ആൾ. ഒരു സാങ്കല്പിക, ഒരു യാഥാർത്ഥ്യ ലോകത്തിലല്ല, വിംസിക്കലാണ്. പൊങ്ങച്ചം പറയുന്ന, അങ്ങനെ അല്ലാതെ പൊങ്ങച്ചം പറയുന്നവർ, അതൊക്കെ വിംസിക്കൽ എന്ന് പറയാം. ഇറാസിബിൾ, പെട്ടെന്ന് പ്രൊവക്കേറ്റഡ് ആകാവുന്ന ആൾ. ഒന്ന് നിസ്സാര കാര്യം മതി ശാന്തമായിട്ട് പ്രതികരിക്കാവുന്ന, ശാന്തമായിട്ട് സമീപിക്കാവുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അല്ലാതെ പ്രകോപിതനാകും, പ്രകോപിതയാകും. അതാണ് ഇറാസിബിൾ. പിന്നെ ഇറിറ്റബിലിറ്റി നിങ്ങൾക്കറിയാം, വല്ലാതെ ഇങ്ങനെ ഞെരിഞ്ഞും പൊളഞ്ഞും കൊണ്ടിരിക്കുന്ന ആൾ ഇറിറ്റബിൾ. കോറൽസ് വിത്ത് ഹിസ് ഫാമിലി ആൻഡ് വിത്ത് ഹിസ് ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പോൾ ഇയാളുടെ ഒരു ഇറിറ്റബിലിറ്റിയുടെ മറ്റൊരു മാനിഫെസ്റ്റേഷനാണ്. ഇയാൾ സ്വന്തം കുടുംബവുമായും സ്വന്തം തൊഴിൽ സ്ഥലവുമായും സ്വന്തം ജോലിയിലെ മേലധികാരികളുമായും ഒക്കെ വഴക്കിട്ടുകൊണ്ടിരിക്കും. കോറൽസം. അപ്പോൾ കുടുംബവും തൊഴിൽ സ്ഥലവും അത് രണ്ടും ഒരേപോലെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. കുടുംബം ഒരാൾ ആയിരിക്കുന്ന സ്ഥലം, ഒരാൾക്ക് ഏറ്റവും പ്രാഥമികമായ, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സജീവമായ പിന്തുണ കിട്ടുന്ന ഇടം കുടുംബം. മറ്റൊന്ന് അയാളുടെ തൊഴിൽ സ്ഥലം, അയാളുടെ ഭൗതികമായ നിലനിൽപ്പിന് വേണ്ടുന്ന, കുടുംബത്തിന് നിലനിൽപ്പിന് വേണ്ടുന്ന വരുമാനം കിട്ടുന്ന സ്ഥലം. അതാണ് ബ്രെഡ് ആൻഡ് ബട്ടർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളുടെ വരുമാന സ്ഥലം. ഈ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലത്തും അയാൾ വഴക്കുണ്ടാക്കുന്നു. ഈ വഴക്ക് വാസ്തവത്തിൽ അയാളുടെ സ്വന്തം നിലനിൽപ്പിനോട് തന്നെയുള്ള അയാളുടെ വഴക്കാണ്. അപ്പോൾ അയാളുടെ വൈറ്റൽ ഡിറേഞ്ച്മെൻറ്റിൻ്റെ അവസ്ഥയിലേക്ക് നമുക്ക് ഇതൊരു സൂചന തരുന്നുണ്ട്. അപ്പോൾ ഏത് വ്യക്തിയുടെയും പ്രാഥമികമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ ഈഗോ, അയാളുടെ നിലനിൽപ്പാണ്. ആണായാലും പെണ്ണായാലും
അയാളെ നിലനിൽപ്പ്. ഏത് ജീവിയായാലും ശരി, മനുഷ്യൻ തന്നെ ആവുന്നില്ല. അപ്പോൾ കുടുംബത്തോടും അയാളുടെ വരുമാന സ്രോതസ്സുകളോടും അയാളുടെ തൊഴിലുകളത്തോടും വഴക്കിടുന്ന ഒരാൾ തന്നോട് തന്നെ വഴക്കിടുന്നു. അപ്പം അയാളുടെ വൈറ്റാലിറ്റി എത്രമാത്രം കോംപ്ലക്സ് ആണെന്ന് മനസ്സിലാക്കണം. സ്വന്തം ആ വ്യക്തിയുടെ നിലനിൽപ്പിനെ പോലും വിഘാതമാകുന്ന തരത്തിൽ അയാളുടെ വൈറ്റാലിറ്റി ലക്ഷണങ്ങളെ പ്രകടിപ്പിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹി നെവർ വാണ്ട്സ് ടു ബി അലോൺ. ഒരിക്കലും ഒറ്റയ്ക്കിരിക്കാൻ പറ്റില്ല. ഹി ഈസ് ഫുൾ ഓഫ് ഫിയർ. അത് ഇറ്റാലിക്സാണ്, ഫുൾ ഓഫ് ഫിയർ. നിറയെ ഭയമാണ്. ആൻഡ് ഇമാജിനേഷൻസ് വെൻ അലോൺ. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിറയെ ഭയമാണ്, ഒരുപാട് സങ്കല്പങ്ങളാണ്. ഈ സങ്കല്പങ്ങൾ എന്താണെന്ന് പറയുന്നുണ്ട് പിന്നീട്. ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഫിയർ ഓഫ് ദ ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് ഡെത്ത്, മരണത്തെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് ഗോസ്റ്റ്, ഭൂതപ്രേത പിശാചുക്കളെ കുറിച്ചുള്ള ഭയം. ഇത് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്, ഏതോ പ്രൂവർ കോട്ട് ചെയ്തിരിക്കുക. ഇനി ഇഫ് കമ്പൽ ടു റിമെയിൻ അലോൺ ഇൻ ദ ഹൗസ്, ഹി ഈസ് വേക്ക്ഫുൾ, സ്ലീപ്ലെസ്, ഓർ ഹിസ് സ്ലീപ്പ് ഈസ് ഫുൾ ഓഫ് ഹൊറിബിൾ ഡ്രീംസ്. ഇനി ഒരു രാത്രിയോ പകലോ ഒക്കെ തനിയെ വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ, മറ്റു വീട്ടുകാരൊക്കെ എവിടെയെങ്കിലും പോയി തനിയെ 1-2 ദിവസമൊക്കെ ആകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ഉറക്കമില്ല, വേക്ക്ഫുള്ളാണ്. ഉറങ്ങിയാൽ തന്നെ ഭയാനകമായ സ്വപ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അയാൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല തനിയെ ആയാൽ. ഹീസ് നെവർ അറ്റ് പീസ്. അയാൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ചില രോഗികൾ പറയില്ല, എനിക്കൊരു സമാധാനവുമില്ല. ചിലപ്പോൾ അതിൻ്റെ കാരണം പറയാൻ പോലും പറ്റില്ല അവർക്ക്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കൊരു സമാധാനമില്ല എന്ന് പറയും. ഹീസ് നെവർ അറ്റ് പീസ്. ഈസ് ഫുൾ ഓഫ് ഇമാജിനേഷൻസ് ആൻഡ് ഫിയർ. ഈ സമാധാനമില്ലാത്തതിൻ്റെ കാരണം, പറയാവുന്നൊരു കാരണം ഈ കേസിൽ, കാലിക്കാർപ്പിൻ്റെ കേസിൽ ഇതാണ്. സങ്കല്പങ്ങളാണ്, നിറയെ സങ്കല്പങ്ങളാണ്, ഭയങ്ങളാണ്, ഒത്തിരി ഭയവും സങ്കല്പങ്ങളുമാണ്. അപ്പോൾ സമാധാനം. ഇനി ഈ സങ്കല്പങ്ങൾ എന്താണെന്നതിനെ കുറിച്ച് വീണ്ടും ഒരു പ്രൂവറെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. സങ്കല്പങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. വാട്ട് ഇഫ് ദ ഹൗസ് ഷുഡ് ബേൺ അപ്പ്. ഈ വീടിന് തീ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഈ വീടിന് തീ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? വാട്ട് ഇഫ് ഐ ഷുഡ് ഡു ദിസ് ഓർ ദാറ്റ്. ഞാൻ അതോ ഇതോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വന്നാൽ എന്ത് ചെയ്യും? ഒരു മനുഷ്യൻ്റെ ഒരു കടമയായിട്ട് പലതും ചെയ്യേണ്ടി വരും. അത് ചെയ്യേണ്ടി വന്നാൽ, അങ്ങനെ സാഹചര്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആൻഡ് ഇഫ് ദിസ് ആൻഡ് ദാറ്റ് ദ അതർ തിങ്സ് ഷുഡ് ഹാപ്പൻ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ, ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ. ഇപ്പോൾ ചില പറയില്ലേ, യാത്ര ചെയ്യുമ്പോൾ അപകടം പറ്റിയാലോ, വെള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ബോട്ട് അല്ലെ കപ്പൽ മുങ്ങിയാലോ, വിമാനത്തിൽ പറക്കുമ്പോൾ അത് തകർന്നാലോ, അങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ. ഈ വിംസ്, ഫാൻസീസ്, ഫിയേഴ്സ് അതിൻ്റെ ഒക്കെ കൂടിച്ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. ഹീസ് ഓവർ സെൻസിറ്റീവ് എവറിത്തിങ്. എന്തിനോടും ഓവർ സെൻസിറ്റീവാണ്. അമിതമായ സംവേദനക്ഷമത എന്തിനോടുമുണ്ട്. സെൻസിറ്റീവ് എവറി അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ്. ഇത് ഇറ്റാലിക്സാണ്. അന്തരീക്ഷ സ്ഥിതിയിൽ വരുന്ന ഓരോ മാറ്റത്തോടും, ഇന്ന മാറ്റം എന്ന് പറയുന്നില്ല, എവരി ചേഞ്ച്, എല്ലാത്തരം മാറ്റങ്ങളോടും കാലിക്കാർപ്പ് പേഷ്യൻ്റ് സംവേദനക്ഷമതയുള്ളതാണ്. ഹി ക്യാൻ നെവർ ഗെറ്റ് ദ റൂം അറ്റ് ജസ്റ്റ് എക്സാക്ട്ലി ദ റൈറ്റ് ടെമ്പറേച്ചർ. തൻ്റെ മുറിയെ താൻ ഉദ്ദേശിക്കുന്ന കൃത്യമായിട്ടുള്ളൊരു താപനിലയിൽ നിലനിർത്താൻ ഇയാൾക്ക് പറ്റില്ല. ഹി സെൻസിറ്റീവ് എവറി ഡ്രാഫ്റ്റ് ഓഫ് എയർ ആൻഡ് ടു ദ സർക്കുലേഷൻ ഓഫ് എയർ ഇൻ ദ റൂം. മുറിയിലുണ്ടാകുന്ന ചെറിയൊരു വായു സംക്രമണം. അന്നത്തെ കാലത്ത് അങ്ങനെ ഫാനും മറ്റുമൊക്കെ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഒരു ജനൽ തുറന്നു, വാതിൽ തുറന്നു, ഒരു കാറ്റകത്തേക്ക് കയറുന്നു. ആ കാറ്റിൻ്റെ പ്രവേശനത്തെ അയാൾക്ക് സഹിക്കാൻ പ്രയാസം. ഹി കനോട്ട് ഹാവ് ദ വിൻഡോസ് ഓപ്പൺ ഈവൻ ഇൻ ദ ഡിസ്റ്റന്റ് പാർട്ട് ഓഫ് ദ ഹൗസ്. ഒരു ചെറിയൊരു ഡ്രാഫ്റ്റ്, ചെറിയൊരു വായുപ്രവാഹം മുറിയിൽ ഉണ്ടാകണമെങ്കിൽ ജനൽ തുറക്കണമല്ലോ. ഇത് സ്വന്തം മുറിയല്ല, ആ വീട്ടിൽ എവിടെയെങ്കിലും. അപ്പോൾ അവിടെ വീടെന്ന് പറഞ്ഞാൽ വലിയൊരു വീടെന്നുള്ള ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ വേണം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു അണുകുടുംബത്തിൻ്റെ ഒരു വീടല്ല, വിശാലമായ വീടാണ്. വിശാല വീട്ടിൽ വേറെ സ്ഥലത്ത് ജനലോ വാതിലോ തുറന്നു, ഒരു വളരെ നേരിയ, സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കാത്തൊരു വായുപ്രവാഹം ഉണ്ടാകും. ആ വായുപ്രവാഹം പോലും ഇയാൾ തിരിച്ചറിയും. അത്രയ്ക്ക് സെൻസിറ്റീവാണ്. He will get up at night in bed and look around to see where the draft of the air comes from. രാത്രി ഉണർന്നിരുന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കും, ഈ കാറ്റ് എവിടെ നിന്നാണ് വരുന്നത്. അമേരിക്കയിൽ മരം കൊണ്ടുള്ള വീടുകളാണ് സാധാരണ. ഈ 1.5 നൂറ്റാണ്ട് മുമ്പ് അതായിരിക്കും സർവ്വസാധാരണ. മരമൊക്കെ എത്ര ചേർത്ത് വെച്ചാലും എവിടെയെങ്കിലുമൊക്കെ ചെറിയ ഓപ്പണിങ്, ഈ കാലാവസ്ഥ മാറ്റങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ തുറവികളുണ്ടായിട്ട് ചെറിയ ഡ്രാഫ്റ്റ്, സാധാരണഗതിയിൽ മനസ്സിലാക്കില്ലത്. പക്ഷേ കാലിക്കാർപ്പ് പേഷ്യൻ്റ് അത് മനസ്സിലാക്കും. ഉണർന്നിരുന്നില്ല, ഉറക്കത്തിൽ നിന്ന് ഉണരുക. അതുകൊണ്ട്
എത്രത്തോളം സെൻസിറ്റീവ് ആണെന്നുള്ളത് ചിന്തിക്കണം. അയാൾ നോക്കും എവിടെ നിന്നാണ്, അതുകൊണ്ട് അടക്കാൻ വേണ്ടിയിട്ട്. ഹിസ് കോംപ്ലിക്കേഷൻസ് ആർ വേഴ്സ് ഇൻ വെറ്റ് വെതർ ആൻഡ് ഇൻ കോൾഡ് വെതർ. തണുത്ത കാലാവസ്ഥയിലും ഈർപ്പമുള്ള കാലാവസ്ഥയിലും ഇയാളുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കും. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ, ഈ തണുപ്പ് രാജ്യങ്ങളിൽ അന്തരീക്ഷത്തിലെ ആർദ്രതയും തണുപ്പും പലപ്പോഴും യോജിച്ച് വരാൻ സാധ്യതയുണ്ട്. ഹീ സെൻസിറ്റീവ് ടു ദ കോൾഡ് ആൻഡ് ഈസ് ഓൾവേസ് ഷിവറിങ്. സെൻസിറ്റീവ് ടു ദ കോൾഡ് എന്നുള്ളത് ഇറ്റാലിക്സ് ആണ്. തണുപ്പിനുള്ള സംവേദനക്ഷമത സാമാന്യത്തിൽ അധികമാണ്. അതുകൊണ്ട് ഇയാളെല്ലാം ഇപ്പോഴും വിറച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ പൊതുവെ തണുത്തൊരു കാലാവസ്ഥയിലാകുമ്പോൾ അയാൾക്ക് വിറക്കാനും നേരം ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് കനത്ത മഴയുള്ള മാസങ്ങൾ, കാലവർഷം രൂക്ഷമായിരിക്കുന്ന സമയങ്ങൾ, മഞ്ഞുകാലം. ഹിസ് നെർവ്സ് ഫീൽ ദ കോൾഡ്. അയാളുടെ നാഡികൾ, ഓരോ നാഡിയും ഈ തണുപ്പിനെ തിരിച്ചറിയുന്നു. ദേ ആർ ഓൾ പെയിൻഫുൾ വെൻ ഇറ്റ് ഈസ് കോൾഡ്. തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? തണുപ്പടിച്ചിട്ട് വേദന വരും. ദ ന്യൂറാൾജിയാസ് ഷുഡ് ഹിയർ ആൻഡ് ദർ വെൻ ഇറ്റ് ഈസ് കോൾഡ്. ഈ നാഡീ സംബന്ധമായ വേദനകൾ, പ്രയാസങ്ങൾ തണുപ്പടിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ആൻഡ് ഇഫ് ദ പാർട്ട് അഫക്റ്റഡ് ഷുഡ് ബി കെപ്റ്റ് വോം, ദ പെയിൻ ഗോസ് ടു സം അതർ പ്ലേസ്. ഈ ഒരു വാണ്ടറിങ് പെയിനാണ്. ഒരു സ്ഥലത്ത് വേദന തോന്നി, അവിടെ ഇതിൽ ചൂട് പിടിച്ചു, അപ്പോൾ വേദന അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോയി. ഓൾ ഹിസ് പെയിൻസ് ചേഞ്ച് പ്ലേസ് ആൻഡ് ഗോ ഇൻ ടു ദ കോൾഡ് പാർട്ട്. അപ്പോൾ അതാണ് പറയുന്നത്, അവിടെ ഇവിടെയൊക്കെ വരാം, ചേഞ്ച് ചെയ്യാം. ഒരു സ്ഥലത്ത് ചൂട് കൊടുക്കുമ്പോൾ ചൂട് കിട്ടാത്ത ഭാഗത്തേക്ക് വേദന അതിൻ്റെ സ്ഥാനം മാറും. അപ്പോൾ ആ ഒരു നാഡികളുടെ സെൻസിറ്റിവിറ്റി, എവിടെ തണുപ്പ് കൊണ്ട് സെൻസിറ്റീവ് ആകുന്നു, അത് ഇറിറ്റേറ്റ് ചെയ്യപ്പെടുന്നു, അവിടെ വേദന അനുഭവപ്പെടും. ഇനി ചൂടുള്ള ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞാൽ കവർ ചെയ്യാത്തൊരു ഭാഗത്തേക്ക് ഇത് മാറും. അപ്പോൾ വല്ലാതെ തണുപ്പുള്ള ഹയർ ലാറ്റിറ്റ്യൂഡ്സിലെ ആളുകൾ, അല്ലെ ഹയർ ആൾട്ടിറ്റ്യൂഡിലെ ആളുകൾ അവർ എത്രമാത്രം അനുഭവിക്കുമെന്ന് ചിന്തിക്കണം. ഇപ്പോൾ അമേരിക്കയിൽ എല്ലാ സ്ഥലത്തും അത്തരം ഒരവസ്ഥ വരില്ല. പക്ഷേ യൂറോപ്പിൻ്റെ കിഴക്കൻ യൂറോപ്യൻ ഭാഗങ്ങളിൽ, പോളണ്ട് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ, ആ ഒരു പ്രദേശത്ത് ഇവരൊക്കെ ഒരു കാലിക്കാർ പേഷ്യൻ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യും? ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോകും. ദിസ് റെമഡി ഈസ് ഫുൾ ഓഫ് സ്റ്റിക്കിംഗ്, ബേണിംഗ്, ടിയറിംഗ് പെയിൻസ് ആൻഡ് ദീസ് ഫ്ലൈ അറൗണ്ട് ഫ്രം പ്ലേസ് ടു പ്ലേസ്. സ്റ്റിക്കിംഗ് പെയിൻ, ബേണിംഗ് പെയിൻ, ടിയറിംഗ് പെയിൻ. ഈ സ്റ്റിക്കിംഗ് പെയിൻ എന്നുള്ളത് രണ്ട് തരത്തിൽ നമുക്ക് കാണാം. ഒന്ന് പേഴ്സിസ്റ്റിംഗ് പെയിൻ എന്നുള്ളത്, നിലനിൽക്കുന്ന പെയിൻ. മറ്റൊന്ന് ഒരു വടി കൊണ്ടടിക്കുന്ന പോലെ പെട്ടെന്ന് വരുന്ന ഒരു ഇമ്പൾസീവായിട്ടുള്ള ഒരു സ്ട്രൈക്കിംഗ് അൺഎക്സ്പെക്റ്റഡ് പെയിൻ. കെൻറ്റ് വാസുകൾ ഉദ്ദേശിക്കുന്ന അങ്ങനെയുള്ള പെയിനാണ്. കാരണം പേഴ്സിസ്റ്റിംഗ് പെയിൻ എന്നുള്ളതിന് കെൻറ്റ് സാധാരണ ആ വാക്കിന് ഉപയോഗിക്കാറുള്ളൂ. അതുമല്ല ഇവിടെ ഫ്ലൈ അറൗണ്ട് എന്ന് പറയുമ്പോഴേക്കും പേഴ്സിസ്റ്റിംഗ് അല്ല. പെട്ടെന്നൊരു വടി കൊണ്ടടിക്കുന്ന പോലുള്ളൊരു ഷൂട്ടിംഗ് ആയിട്ടുള്ള പെയിന്, പൊള്ളുന്ന തരത്തിലുള്ള വേദനകൾ, ടിയറിങ്ങുന്ന വലിച്ചു കയറുന്ന തരത്തിലുള്ള വേദനകൾ. ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറാം. ഒരു ചേഞ്ചിങ് പൊസിഷൻസ് എന്നുള്ളതും കാലിക്കാർബിൽ ഒരു ജനറൽ കണ്ടീഷനാണ്. ഓഫ് കോഴ്സ് കാലിക്കാർബ് ഹാസ് പെയിൻസ് ദാറ്റ് റിമെയിൻ ഇൻ വൺ പ്ലേസ്. എങ്കിലും ഒരു സ്ഥലത്ത് മാത്രം സ്ഥിരമായിട്ട് നിൽക്കുന്ന വേദനകളും കാലിക്കാർബിലുണ്ട്. ബട്ട് യൂഷ്വലി ദ പെയിൻസ് ആർ ഫ്ലൈയിങ് അറൗണ്ട് ഇൻ എവരി ഡയറക്ഷൻ. നാനാദിശകളിലും പറക്കുന്ന വേദനകളാണ് കാലിക്കാർബിൽ സാധാരണ. പെയിൻസ് കട്ടിങ് ലൈക്ക് നൈഫ്സ്, കത്തികൊണ്ട് വെട്ടി മുറിക്കുന്ന പോലുള്ള വേദനകൾ. പെയിൻസ് ലൈക്ക് ഹോട്ട് നീഡിൽസ്, ചൂടുള്ള സൂചി അതുകൊണ്ട് കുത്തുന്ന പോലെ, കുത്തി തറക്കുന്ന പോലെ, ഒരു തേനീച്ച കുത്തുന്ന പോലെ, സ്റ്റിങ്ങിങ്, ബേണിങ്, അങ്ങനെയുള്ള വേദനകൾ. ദീസ് പെയിൻസ് ആർ ഫെൽറ്റ് ഇൻ ഇന്റേണൽ പാർട്സ് ആൻഡ് ഡ്രൈ പാസേജസ്. അപ്പോൾ ഇതേപോലെ ഈ ചൂടുള്ള സൂചി കൊണ്ട് കുത്തുന്ന പോലെ, കുത്തിയിറക്കുന്ന പോലെ, കടിക്കുന്ന പോലെ, പൊള്ളുന്ന പോലുള്ള വേദനകൾ ആന്തരിക അവയവങ്ങളിലാണ് കാണുന്നത്. അത് ഡ്രൈ പാസേജസ്. ശരീരത്തിലെ പാസേജസ് എവിടെയാണ് ഡ്രൈ ആയിരിക്കുന്നുള്ളത് ശരീരശാസ്ത്രം പഠിച്ചാൽ നിങ്ങൾക്ക് അറിയാം. എൻ്റെ ഒരു ധാരണ അനുസരിച്ച് പൊതുവെ ഒരു മോയിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ കവേർഡാണ് പല ഇൻറ്റേർണൽ പാസേജസും. അപ്പോൾ ആ കവറിങ് ഡ്രൈ ആയിരിക്കുന്ന ഒരു സാഹചര്യം ആകാൻ ചിലപ്പോൾ, അത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള പാസേജസിലും ഇൻറ്റേർണൽ പാർട്സിലുമാണ് ഇത്തരം കാലിക്കാർബിൻ്റെ പെയിൻസ്. ബേണിംഗ് ഇൻ ദ ഏനസ് ആൻഡ് റെക്ടം ഡിസ്ക്രൈബ്ഡ് ആസ് ഇഫ് എ ഹോട്ട് പോക്കർ വേർ ഫോഴ്സ്ഡ് ഇൻ ടു ദ പാസേജ് ബേണിംഗ് ആസ് ഇഫ് വിത്ത് ഫയർ. മലാശയത്തിലും മലദ്വാരത്തിലും ഉള്ള വേദന എങ്ങനെയാണ്? ഹോട്ട് പോക്കർ, പോക്കർ എന്ന് വെച്ചാൽ കുത്തി തുറക്കുന്ന ഈ വർക്ക്ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പോക്കർ. ചൂടുള്ളൊരു പോക്കർ കൊണ്ട് കുത്തിക്കയറ്റിയാലെന്ന പോലെ
ഏനസിൽ കുത്തിക്കയറ്റിയാണെന്നുള്ള വേദന. ദ ഹെമറോയിഡ്സ് ബേൺ ലൈക്ക് കോൾസ് ഓഫ് ഫയർ. ഈ ഹെമറോയിഡ്സ് നല്ല ചുട്ടുപഴുത്ത കൽക്കരി കഷ്ണങ്ങൾ കോരിയിട്ടാകുന്ന പോലെ എൻ്റെ കാലത്തുള്ള ഒരു ഉപമയാണ് പറയുന്നത്. അവിടെ ഇന്ധനമെന്ന രീതിയിൽ നെരിപ്പോടിൽ മുറി ചൂടാക്കാനുള്ള നെരിപ്പോടിൽ കൽക്കരി ഇടും. തീവണ്ടികൾ, യഥാർത്ഥ തീവണ്ടികളായിരുന്നൊരു കാലം, കൽക്കരി ഇടും. ഇപ്പോൾ നമ്മുടെ ട്രെയിന്, ഇലക്ട്രിക് ട്രെയിൻ, അതിനു മുമ്പ് ഡീസലായിരുന്നു, അതിനു മുമ്പ് കൽക്കരിയായിരുന്നു. കൽക്കരിക്ക് മുൻപ് മരമായിരുന്നു. അപ്പോൾ മരമാണെങ്കിലും കൽക്കരിയാണെങ്കിലും ആ കോൾസ് ഓഫ് ഫയർ എന്നുള്ള സങ്കല്പം വരും. ദ ബേണിംഗ് ഓഫ് കാലികാർബ് ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് ആഴ്സനിക്കം. ഈ ബേണിങ്ങിൻ്റെ കാര്യത്തിൽ, പൊള്ളുന്ന അനുഭവത്തിൻ്റെ കാര്യത്തിൽ ആഴ്സനിക്കത്തോട് കാലികാർബിന് സമാനതയുണ്ട്. ആഴ്സനിക്കത്തിൻ്റെ പൊള്ളൽ നമ്മൾ ഈ പരമ്പരയുടെ തുടക്കത്തിലേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. Again, from studying the text, it will be seen that it is a common feature of this medicine to have its symptoms come on at 2, 3 or 5 o'clock in the morning. 2, 3 or 5 o'clock in the morning എന്നുള്ള ഇറ്റാലിക്സിലാണ്. അപ്പോൾ പുലർച്ചെ 2 മണിക്ക്, 3 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് ഈ ഔഷധത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. ഈ 3 സമയങ്ങൾ പറയുന്നത് 2 കാര്യത്തിൽ ഇതിനെ കാണാം. ഒന്ന്, ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ നമ്മളെ ഇന്ത്യയെ പോലെ ഒറ്റ ടൈം സോണല്ല. ഇവിടെ IST, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഒറ്റ ടൈമാണ് ഇന്ത്യ മുഴുവൻ. പക്ഷേ US 4-5 ടൈം സോൺസ് ഉണ്ടെന്ന് എൻ്റെ ധാരണ. ഈ ടൈം സോൺസ് തമ്മിൽ മണിക്കൂറുകൾ വ്യത്യാസം വരും. ചില വർഷത്തിൽ ചില സമയങ്ങളിൽ അവർ ക്ലോക്ക് പിന്നാക്കം മുന്നോക്കമൊക്കെ നീക്കി വെക്കും. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വരാം. അപ്പോൾ ഒരു വർഷത്തിലൊരു സമയത്ത് 2 മണിക്ക് കണ്ടത് പിന്നീട് 3 മണിക്കാവാം, 5 മണിക്കും ആകാം. അത് ഒരു തരത്തിൽ. മറ്റു തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിൻ്റെ അയാളുടെ ഇൻഡിവിജ്വാലിറ്റി അനുസരിച്ചുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് ചെറിയ വ്യത്യാസമുള്ള സമയങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ അർദ്ധരാത്രി കഴിഞ്ഞിട്ട് പുലരുന്നതിന് മുൻപുള്ള ആ ഒരു സമയം. ഒരു 5 മണി കഴിഞ്ഞാൽ ഇയാൾ ഉറങ്ങും എന്നുള്ളതാണ് കെൻറ്റിൻ്റെ ഒരു നിരീക്ഷണം. ഇൻ കാലികാർബ് ദ കോഫ് വിൽ കം or have its greatest aggravation at 3 or 4 or 5 o'clock in morning. അപ്പോൾ കാലികാർബിൽ ചുമയുടെ കാര്യത്തിലാണെങ്കിൽ അതൊന്നെങ്കിൽ വരുന്നത്, അല്ലെങ്കിൽ അത് വർദ്ധിച്ച് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്നത് പുലർച്ചെ 3 മണിക്ക്, അല്ലെങ്കിൽ 4 മണിക്ക്, അല്ലെങ്കിൽ 5 മണിക്ക് ആകാം. ദ ഫെബ്രൈൽ സ്റ്റേറ്റ് വിൽ ഒക്കർ ഫ്രം 3 to 5 in the morning. ഫെബ്രൈൽ സ്റ്റേറ്റ്, വല്ലാത്ത പനിയുടെ അവസ്ഥകൾ, അതും 3 മുതൽ 5 വരെ, വെളുപ്പിന് 3 മുതൽ 5 വരെ. ദ പേഷ്യൻറ്റ് ഹൂ ഈസ് സബ്ജക്ട് ടു ആസ്മാറ്റിക് ഡിസ്നിയ വിൽ ഹാവ് ആൻ അറ്റാക്ക് അറ്റ് 3 o'clock in the morning, വേക്കിംഗ് ഹിം ഔട്ട് ഓഫ് സ്ലീപ്പ്. അപ്പോൾ ആസ്മ വന്നിട്ട് ശ്വാസം മുട്ടലുള്ള ഒരാൾ 3 മണിക്ക് ശ്വാസം മുട്ടലുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കും. അത് ഒരു 5 മണി വരെയൊക്കെ അത് നിലനിൽക്കുകയും ചെയ്യും. ഹി വിൽ വേക്ക് അപ്പ് വിത്ത് വേരിയസ് സിംറ്റംസ് ആൻഡ് റിമെയിൻ അവേക്ക് അണ്ടിൽ 5 o'clock in the morning and after that to the great extent they are relieved. പലതരം പ്രശ്നങ്ങൾ വന്നിട്ട് 5 മണി വരെ കുഴപ്പങ്ങളുണ്ടാവും. 5 മണി കഴിഞ്ഞാൽ അതിനൊരു റിലീഫുണ്ട് പൊതുവെ. ഇനി എങ്ങനെയാണെങ്കിൽ പോലും ഓഫ് കോഴ്സ് ദർ ആർ പ്ലെൻറ്റി ഓഫ് സഫറിങ്സ് അറ്റ് എനി ടൈം ഇൻ ദ 24 hours. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ദിനാന്തരാളത്തിൽ എപ്പോൾ വേണമെങ്കിലും നിരവധി ലക്ഷണങ്ങൾ വരാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, കൺഫ്യൂസിങ് ആയിട്ടുള്ള ലക്ഷണങ്ങളുണ്ട്, വേഗി ലക്ഷണങ്ങളുണ്ട്. നമ്മളീ കണ്ട ഈ പുലർക്കാലത്തിൽ അല്ല എന്ന് വെച്ചുകൊണ്ട് അത് കാലികാർബ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നമ്മുടെ ജനറൽ റൂളായിട്ടുള്ള ടോട്ടാലിറ്റി ആണ് പ്രധാനം. പക്ഷേ ഈ 2 മുതൽ 5 വരെ എന്നുള്ള സമയത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ബട്ട് ദിസ് ഈസ് ദ വേഴ്സ്റ്റ് ടൈം. പക്ഷേ ഏറ്റവും മോശമായ സമയം ഇതാണ്. പകലും മറ്റുമൊക്കെ വരാം, ഏത് നേരത്തും വരാം, സന്ധ്യയ്ക്കിൻ്റെ അതിലൊക്കെ. പക്ഷേ അതിന് ഏറ്റവും മോശമാകുന്ന സമയം ഈ 2 മുതൽ 5 വരെ, അല്ലെങ്കിൽ 3 മുതൽ 5 വരെ. ഹി വേക്സ് അപ്പ് അറ്റ് 3 o'clock in the morning വിത്ത് ഫിയർ. ഒരു ഭയത്തോടു കൂടി പുലർച്ചെ 3 മണിക്ക് ഉണരുന്നു. ഇതെന്ത് തരം ഭയമാണ്? മരണത്തെക്കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം. ഇനി വറീസ് അബൌട്ട് എവറിത്തിങ് ദാറ്റ് ഈസ് കെപ്റ്റ് അവേക്ക് ഫോർ 2-3 hours ആൻഡ് ദെൻ ഗോ ടു സ്ലീപ്പ് ആൻഡ് സ്ലീപ്പ് സൗണ്ട്ലി. അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഭയമാകാം, ഭാവിയെക്കുറിച്ചുള്ള ഭയമാകാം, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചുമുള്ള ഭയമോ, വറി, ഖേദം, മനപ്രയാസം, ആധി ഒക്കെ ആകാം. ആ ആധി ഒരു 2-3 മണിക്കൂർ അയാളെ ഉണർത്തിയിരിക്കും. പിന്നെ അയാൾ ഉറങ്ങിപ്പോവും.
ഹിസ് ബോഡി ഈസ് കോൾഡ് ആൻഡ് റിക്വയർസ് മച്ച് ക്ലോത്തിങ് ടു കീപ്പ് ഇറ്റ് വോം. നേരത്തെ കണ്ടത് തന്നെയാണത്. തണുത്ത ശരീരമാണ്, അതിനെ ചൂടാക്കി നിർത്താൻ ധാരാളം വസ്ത്രം വേണം. ബട്ട് ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഹീസ് കോൾഡ് ഹീ സ്വെറ്റ്സ് കോപ്പിയസ്ലി. വീണ്ടും കണ്ടോ കൺഫ്യൂസിങ് ലക്ഷണം. അയാൾ മൊത്തം തണുപ്പനാണ്, തണുത്ത് ഉറഞ്ഞിരിക്കുകയാണ്, എങ്കിൽ പോലും വല്ലാതെ വിയർക്കും, തണുത്ത വിയർപ്പ്. കോപ്പിയസ് കോൾ സ്വെറ്റ് അപ്പോൺ ദ ബോഡി, വല്ലാതെ വർദ്ധിച്ച തണുത്ത വിയർപ്പ് ശരീരം മുഴുവൻ. സ്വെറ്റ്സ് അപ്പോൺ ദ സ്ലൈറ്റസ്റ്റ് എക്സേർഷൻ, സ്വെറ്റ്സ് വേർ ദ പെയിൻ ഈസ്, സ്വെറ്റ് ഓവർ ദ ഫോർഹെഡ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് വിയർപ്പ് വരുന്നത്? ചെറിയൊരു എക്സേർഷൻ മതി, ചെറുതായിട്ട് നനങ്ങിയോ അധികം സംസാരിക്കുകയോ അധ്വാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വിയർക്കും. വേദന ഉള്ള സ്ഥലങ്ങളിൽ വിയർക്കും, നെറ്റിയിൽ വിയർക്കും. കോൾഡ് സ്വെറ്റ് ഓൺ ദ ഫോർഹെഡ് വിത്ത് ഹെഡ് ഏക്ക്, നെറ്റിയിലെ വിയർപ്പ് തലവേദനയോട് അക്കമ്പനിങ് സിംറ്റമായിട്ട് വരാം. ഇതൊക്കെയാണ് കാലിക്കാർബിനെ പൊതുവെ വരച്ചു കാട്ടാവുന്ന പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ പലപ്പോഴും ശ്രദ്ധാപൂർവം പ്രയോഗിക്കുകയാണെങ്കിൽ പലപ്പോഴും വളരെ വിജയകരമായിട്ട്, വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നൊരു ഔഷധമാണത്. പിന്നെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ വളരെ പ്രധാനപ്പെട്ട നിരവധി സിംറ്റംസ് വരുന്നുണ്ട്. നമുക്ക് അവയെക്കുറിച്ച് വഴിയെ നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.